അഗ്നി, തീയ് എന്നും മനുഷ്യനോടൊപ്പമുള്ള ഒരു പ്രതിഭാസമാണ്. ശിലായുഗം അഥവാ സ്റ്റോൺ ഏജ്, കല്ലുകൾ മൂർച്ചപ്പെടുത്തി ആയുധമാക്കി ഉപയോഗിച്ചിരുന്ന ശിലായുഗ മനുഷ്യനാണ് ഒരു 25,000 വർഷത്തിനപ്പുറം ഒരു 12,000 വർഷത്തിൻ്റെ ഇടയിൽ കാലഘട്ടത്തിൽ അഗ്നി കണ്ടുപിടിച്ചത്. കല്ലുകൾ ഉരച്ച് തീപ്പൊരി ഉണ്ടാക്കി ഉണങ്ങിയ പുല്ലിലേക്ക് പിടിപ്പിച്ച് തണുപ്പകറ്റാൻ വേണ്ടി ആദ്യകാലങ്ങളിൽ മനുഷ്യൻ അഗ്നിയെ ഉപയോഗിച്ചു. പിന്നീട് ആഹാരം പാകം ചെയ്യാൻ പറ്റും എന്നും കണ്ടുപിടിച്ചു. കൃഷി ചെയ്യുന്ന സംസ്കാരത്തിലേക്ക് എത്തിയപ്പോൾ ലാൻഡ് ക്ലിയർ ചെയ്യുന്നതിനായി ഭൂമി ചെടികളും മരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിരത്തിയെടുക്കുന്നതിനായി തീയെ ഉപയോഗിച്ചു. തീയിട്ടിട്ട് കത്തിച്ചു. പിന്നീട് മൺപാത്രം ഉണ്ടാക്കാൻ പഠിച്ചപ്പോൾ അതിനെ ചുട്ടെടുത്ത് ഉപയോഗിക്കുന്നതിനായി തീ ഉപയോഗിച്ചു. ലോഹപാത്രം ഉണ്ടാക്കി ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലെത്തിയപ്പോഴും അഗ്നിയുടെ ആവശ്യം വന്നു. ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നതിന് യാദൃശ്ചികമായി കണ്ടുപിടിക്കപ്പെട്ട തീ പിന്നീട് മനുഷ്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി. തീയില്ലാതെ നമുക്ക് ഒന്നും സങ്കല്പിക്കാൻ കഴിയില്ല. തീയുടെ നിറം അത് ജ്വലിക്കാൻ ലഭിക്കുന്ന ഓക്സിജൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കും. കുറഞ്ഞ അളവിലാണ് ഓക്സിജൻ ലഭിക്കുന്നതെങ്കിൽ തീയുടെ നിറം മഞ്ഞയായിരിക്കും. നല്ല അളവിൽ ലഭിക്കുന്നുവെങ്കിൽ തീക്ക് നീലജ്വാലയായിരിക്കും. അഗ്നി നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അതിഥിയാണ്. തീ എന്നത് 3 പദാർത്ഥങ്ങളുടെ ഒരു മിശ്രിതമാണ് യഥാർത്ഥത്തിൽ. ഓക്സിജൻ, ഇന്ധനം, ചൂട്, ഇവ 3 ഒരേ സ്ഥലത്ത് എത്തിയാൽ അവിടെ തീയുണ്ടാകും. വെള്ളത്തിനടിയിലാണെങ്കിൽ പോലും ഈ 3 വസ്തുക്കൾ അവിടെ സംയോജിച്ചിട്ടുണ്ടെങ്കിൽ അഗ്നി ഉണ്ടാവും. ജലത്തിനടിയിൽ പോലും ഈ 3 വസ്തുക്കളും സംഗമിച്ചിട്ടുണ്ടെങ്കിൽ അഗ്നിക്ക് അവിടെ നിലനിൽക്കാൻ കഴിയും. അഗ്നിക്ക് മനുഷ്യജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ടായതുകൊണ്ടാണ് പഴയകാലം മുതലേ ഇങ്ങനെ ഒരു ശ്ലോകമുണ്ടായത്. ഈ ശ്ലോകം ഋഗ്വേദത്തിലെ ആദ്യത്തെ ശ്ലോകമാണ്. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവം ത്വം ഓദാനം രത്നധാതമം. അഗ്നിയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഈ ശ്ലോകമാണ്. അഗ്നി നമ്മുടെ അതിഥിയാണ്.